നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സഭാഭാരതിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സേവനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സേവാ പ്രമുഖമായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മളുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുക. എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടുന്ന് ബോഡി ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നുള്ള ബോഡി ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സമയത്ത് ഇവിടുത്തെ ആശുപത്രിയിൽ എത്തിച്ചേർന്ന അതനുസരിച്ച് ബോഡി ഇവിടെ വരും. എത്ര ബോഡി ഒരുമിച്ച് വന്നാലും സംസ്കരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള സാമഗ്രികൾ, ഗ്യാസ്, വിറക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ച് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. സമയം ഏകദേശം എത്ര യൂണിറ്റ് പ്രവർത്തിക്കുന്നു? 11 യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത യൂണിറ്റുകൾ ഇവിടെ വരും. ആവശ്യത്തിനുള്ള യൂണിറ്റ് എത്തിച്ചേരും എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും പ്രവർത്തകരുണ്ടല്ലോ അല്ലെ? എല്ലാ മേഖലയിലും പ്രവർത്തകരുണ്ട്. ആശുപത്രിയിലുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആവശ്യം അനുസരിച്ച് എന്ത് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും എത്തിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. ശ്രീമൻ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? ഇവിടെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മരണം സ്ഥിരീകരിച്ച് സംസ്കരിക്കാൻ വേണ്ടി വിട്ടുതരുന്ന ആളുകളെയാണ് മേപ്പാടി ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ഈ ശ്മശാനത്തിൽ സംസ്കരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതലാണ് സംസ്കാര നടപടികൾ ആരംഭിച്ചത്. ഇന്നിപ്പോ അത് സംസ്കാര നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായി 20-ലധികം മൃതശരീരങ്ങൾ ഇവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. മറ്റ് മൃതശരീരങ്ങൾ അവിടുന്ന് തിരിച്ചറിഞ്ഞ് കൊണ്ടുവരുന്ന മുറയ്ക്ക് സംസ്കരിക്കാനുള്ള എല്ലാ സംവിധാനവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 11-ലധികം സംസ്കാര കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 300-ലധികം വളണ്ടിയർമാർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിലും മറ്റ് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഉള്ള ധാരാളം സന്നദ്ധ പ്രവർത്തകന്മാർ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി, പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു മാനേജ്മെന്റ് സംവിധാനം ഇതിനുവേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അധികൃതരുമായി സഹകരിച്ചുകൊണ്ട് പൂർണ്ണമായും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി വരുന്നത്. വളരെ വേദനാജനകമായ രംഗങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പലരുടെയും ഇപ്പോ തൊട്ടുമുമ്പ് ഇവിടുന്ന് സംസ്കരിച്ച ശ്രേയ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിനിയുണ്ട്. ഇവിടെ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ സെക്കൻഡ് ബികോം വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിയുടെ ബന്ധുക്കളായ 5-8 പേരെ ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉറ്റ ബന്ധുക്കൾ ആരുമില്ലാതെയാണ് ആ സംസ്കാരം നടന്നത്. അങ്ങനെ വളരെ ഞെട്ടിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ പരിഭ്രമജനകമായ സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ എല്ലാവരും അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് ഈ പ്രവർത്തനം കൃത്യമായി നടത്തി വരികയാണ്. ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. സൈന്യം ഇടപെട്ടതിൽ പിന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടി വേഗത്തിലാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പല ഇടങ്ങളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട്. നിശ്ചയമായിട്ടും നമ്മുടെ ഇന്നലെ വ്യോമസേനയുടെ ഇടപെടലുണ്ടായി. അവിടെ പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. കരസേന വന്നതിനോടുകൂടിയാണ് രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗത ഉണ്ടായത്. അതോടുകൂടിയാണ് പാലം പണിയലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നിശ്ചയമായും സേനയുടെ ഇടപെടൽ, സേനയുടെ സാന്നിധ്യം എല്ലാവർക്കും ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 11-ലധികം സംസ്കാര കേന്ദ്രങ്ങളുണ്ട്. ഏതാണ്ട് 20ഓളം പേരെ സംസ്കരിച്ചു. അതും ഉറ്റ ബന്ധുക്കളെ പോലും അങ്ങനെ വന്നിട്ടുള്ള ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. വത്സൻ തില്ലങ്കേരി അടക്കമുള്ള മുതിർന്ന പ്രവർത്തകർ അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞത് കണ്ണ് നനയിക്കുന്ന, കരളലിയിക്കുന്ന കാഴ്ചകളാണ് സംസ്ഥാന കേന്ദ്രത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ മരിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ സേവാഭാരതി സജ്ജമാക്കിയിട്ടുള്ള സംസ്കാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന സംസ്കാര ചടങ്ങുകൾ അവിടെ പൂർത്തിയാവുകയാണ്. സോണലാണ്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന